ഇത് പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്നതിന് പ്രകൃതി കൊടുക്കുന്ന ശിക്ഷയാണത്. കുപ്പിവെള്ളം കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഓക്സിജൻ ബോട്ടിൽ വാങ്ങിച്ച് കെട്ടി വെച്ച് മൂക്കിക്കൂടെ ട്യൂബ് ജീവിക്കേണ്ട ഗതികെട്ട ജീവിതത്തിലേക്കാണ് പോകുന്നത്. കരയിൽ കിടന്ന് പിടഞ്ഞ് നശിക്കുന്ന മത്സ്യത്തിൻ്റെ ഗതിയാണ് നമുക്കൊക്കെ വരാൻ പോകുന്നത്. കലികാലം എന്നാണ് പറയുക, കലി കൊണ്ടേ പോകുള്ളൂ പറയാം. അപ്പോൾ ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകുമ്പോഴും പ്രകൃതിയുടെ താളം തെറ്റുന്ന, ആവാസവ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഇതെങ്ങനെയൊക്കെ വരാൻ പോകുന്നു. എന്നിട്ടും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലാണ് സത്യം. മദ്യം, മയക്കുമരുന്നിലൊക്കെ അടിമയായി പോയില്ലേ. പഴയ തലമുറയ്ക്കൊന്നും ഒരു വിലയില്ലാതായി. പിന്നെ പ്രകൃതിയുടെ ശില്പികളാണ് കുട്ടികൾ, പ്രകൃതിയുടെ വരദാനങ്ങളാണ് കുട്ടികൾ. കുട്ടികളിലൂടെയാണ് പരിസ്ഥിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ വരികൾ. ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. പ്രകൃതിയെ വെട്ടിനിരത്തി കെട്ടിട സമുച്ചയങ്ങൾ പണിയുന്ന ഈ ലോകത്തിൽ പ്രകൃതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനുണ്ട്. പാലക്കാട് കല്ലൂർ സ്വദേശി ബാലൻ എന്ന ബാലേട്ടൻ. 70 വയസ്സുകാരനായ ബാലേട്ടൻ ലക്ഷക്കണക്കിന് മരങ്ങളാണ് ഇതിനോടകം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ബാലേട്ടനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ബാലേട്ടൻ. നമസ്കാരം. ബാലേട്ടൻ എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും എങ്ങനെയാണ് ബാലേട്ടന് സാധിക്കുന്നത്? ചെറിയ പ്രായം മുതൽ, അന്ന് വെച്ചാൽ 7 വയസ്സ് മുതൽ അച്ഛൻ്റെ തൊഴിലായിരുന്നു അബ്ഗാർ ഫീൽഡ്. അന്ന് കള്ള് ഷോപ്പൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ കള്ള് ഷാപ്പ് നടത്തി. അന്ന് പനിയിൽ നിന്ന് ഇറക്കുന്ന കള്ള് നേരിട്ട് കൊടുക്കുക. ഇന്നത്തെ പോലെ കൃത്രിമമാർഗ്ഗങ്ങളൊന്നുമില്ല. അങ്ങനെ അച്ഛൻ്റെ തൊഴിൽ ഏറ്റെടുത്ത് അച്ഛനോടൊപ്പം പലചരക്കച്ചവടം, കള്ള് ഷാപ്പ്, കൊപ്ര, നാളികേരം, വളണ്ടിപ്പോ ഇതെല്ലാം ചെയ്തു. 50 വയസ്സ് വരെ പൂർത്തിയാക്കി. അതിനിടെ അച്ഛൻ മരിക്കുകയും ചെയ്തു. 50 വയസ്സ് വരെ എല്ലാ ബിസിനസ്സും ചെയ്തു. ഇങ്ങനെയുള്ള കാശുണ്ടാക്കാനുള്ള ബിസിനസ്സാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ സത്യസന്ധമായ മാർഗത്തിൽ പോകുന്നത് കൊണ്ട് കാശുണ്ടാക്കാൻ പറ്റിയില്ല, കോടീശ്വരനാക്കാൻ പറ്റില്ല. കള്ളിലൊക്കെ വെള്ളം ചേർത്ത് പ്ലസ് ചേർത്തിട്ട് കോടികൾ ഉണ്ടാക്കായിരുന്നു. നമ്മളോടൊപ്പം ചെയ്ത ആൾക്കാരൊക്കെ പെട്രോൾ പമ്പും റിയൽ എസ്റ്റേറ്റും മറ്റൊക്കെ വാങ്ങിച്ചു കൂട്ടി. നമുക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം മനുഷ്യനെ വിഷം ചേർത്തി കൊല്ലാക്കൊല ചെയ്ത് കള്ള് വിൽക്കണം, എന്നാലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നറിയുന്നതുകൊണ്ട് ആ ഫീൽഡ് വേണ്ടെന്ന് വെച്ച് അങ്ങനെ എല്ലാ കച്ചവടങ്ങളും ചെയ്ത് ജീവിക്കാൻ ഒരു 2 ഏക്കർ ഭൂമിയായി ബിസിനസ് എല്ലാം ചെയ്തിട്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്ത് കുട്ടികളൊക്കെ പ്രായപൂർത്തിയായി വലുതായി. 3 ആൾക്ക് 3 വീടായി, എല്ലാ സൗകര്യവും അവർക്ക് നിൽക്കക്കാരിലായപ്പോൾ ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നി. ഭൂമിക്കും ജീവജാലങ്ങൾക്കും വരും തലമുറയ്ക്ക് വേണ്ടി നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മരം മാത്രമേ രക്ഷയുള്ളൂ എന്ന ഉൾവിളിയോടുകൂടി അടുത്ത തലമുറയ്ക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ലോകം മൊത്തം ഒരു 10 കൊല്ലത്തോളമായിട്ടാണ് ഏകദേശം നമുക്ക് ഈ ഒരു പ്രകൃതി സംരക്ഷണം എന്നുള്ള രീതിയിലേക്ക് മനസ്സ് മാറാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അങ്ങ് ഒരു 20 കൊല്ലത്തോളം മുമ്പ് തന്നെ ഈ മരം വെച്ച് പിടിപ്പിക്കാനും പ്രകൃതിയെ രക്ഷിക്കാനും മുന്നോട്ട് വന്നു. അപ്പൊ എന്തായിരുന്നു അതിലേക്ക് എത്തിക്കാൻ? ഉൾവിളിയാണ്. മരം നടൂ, പ്രകൃതിയെ രക്ഷിക്കൂ എന്നൊരു ഉൾവിളി വരെ എനിക്ക് തോന്നിയത്. അതാണ് സത്യം. അങ്ങനെയാണ് ഇതിൽ ഇറങ്ങിത്തിരിക്കാൻ കാരണം. അപ്പോൾ ബാലേട്ടൻ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ചിലപ്പോൾ എതിർപ്പുകളോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അതങ്ങനെ അവർക്ക് പറയാൻ കാരണം. പിന്നെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണ്ട ചുറ്റുപാടൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ആശ്രയമൊന്നും ഇല്ലാതെയാണ് നമ്മൾ ആരോടും ചോദിക്കാറില്ല. സ്വന്തം നിലയ്ക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി മരങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി അറിയാത്തതുകൊണ്ട് ആൾക്കാർ അങ്ങനെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ തട്ടിത്തടഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സത്യവും ധർമ്മവും നീതിയും വെച്ചുകൊണ്ട് ഒന്നിനെപ്പറ്റി റോങ്ങായി ചിന്തിക്കാത്തത് കൊണ്ട് പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ട് അതെല്ലാം പ്രകൃതിയെ ഉപാസിക്കുന്നത് കൊണ്ട് പച്ചിലകളെയും മരങ്ങളെയും ഉപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം ജലരേഖ പോലെ തട്ടിത്തടഞ്ഞ് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി വൃക്ഷമാണ് ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നല്ല മനസ്സുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിലൂടെയാണ് അത് പോകുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾ, അവരുടെ പുതുതലമുറ, അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രായത്തിലും അങ്ങ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഒരു സമൂഹത്തിന് വേണ്ടി ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബമോ അല്ലെങ്കിൽ സ്വന്തം കുട്ടികളോ ആലോചിക്കാതെ ബാക്കിയുള്ളവരെ എല്ലാവർക്കും വേണ്ടി, ജനതയ്ക്ക് വേണ്ടി ജീവിക്കുക പറഞ്ഞാൽ അത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. അപ്പൊ അത് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരിൽ നിന്നെല്ലാം നമുക്കൊരു സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്? ധാരാളം സഹായങ്ങളുണ്ട്. ഒട്ടേറെ നല്ല മനസ്സുകളുടെ
അവാർഡായിട്ടും പുരസ്കാരമായിട്ടും ക്യാഷ് അവാർഡായിട്ടും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള സഹായങ്ങളുണ്ട്. കുട്ടികളും ക്ലബ്ബുകാരും ഒരു ദിവസം ബാലേട്ടൻ്റെ കൂടെ ഞങ്ങളും വരുന്നു വേണ്ട, അങ്ങനെ കുട്ടികൾ പ്രവൃത്തിയിലൂടെ ചെയ്യാൻ വരും. അങ്ങനെ ധാരാളം നല്ല മനസ്സുകൾ ചെറിയതും വലിയതുമായ ഒട്ടേറെ അവാർഡുകളുടെ ആദരവ് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അവാർഡുകളാണ് ഇറാൻ ഗ്രൂപ്പിൻ്റെ സ്ട്രൈറ്റ് പാത്ത് ലൈൻ എന്ന ഒരു സംഘടനയും ഇറാൻ ഗ്രൂപ്പും കൂടി തന്ന വാഹനം, അതൊരു ജീപ്പാണ് തന്നത് മലപ്പുറത്തുകാർ. ഇറാൻ ഗ്രൂപ്പ് തന്ന ഒരു ബോളറെ വണ്ടിയാണ്. അതിന് വേണ്ട സാമ്പത്തികമായ ചിലവും അവർ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നക്ഷത്രവനം, സ്മൃതിവനം, പരസ്യവനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുട്ടി ജനിച്ചു പറഞ്ഞാൽ എൻ്റെ മകൻ്റെ പേരിൽ വരട്ടെ 10 മരം നടൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരം നടാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് ഇത്തരം പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ കൂടെ തന്നെ ജീവജാലങ്ങളെ കൂടി അങ്ങ് പരിഗണിക്കാറുണ്ട്. അപ്പോൾ പഴങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുക്കാൻ പല കാട്ട് ജീവികൾക്കൊക്കെ കൊടുക്കുന്നു. ഉണ്ട്. കാട്ടിൻ്റെ മുമ്പൊക്കെ കാട്ടിൽ വന്യമൃഗങ്ങൾ കുറവായിരുന്നു. ഇപ്പം കടലിലെ മത്സ്യം ചാള പെരുകുന്ന പോലെ കാട്ടിൽ പന്നിയും കുരങ്ങും എല്ലാം പെരുകി അവർക്ക് ഭക്ഷണവും വെള്ളവും കാട്ടിൽ കിട്ടാണ്ടായി. മുമ്പൊക്കെ കാട്ടിൽ ഉറവ് വെള്ളം എന്ന് പറയും, ചോല വെള്ളം വരും, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, മഴയില്ലല്ലോ, അതും കാട്ടിലതില്ല. പിന്നെ കാട്ടിൽ ഭക്ഷണമില്ല. മനുഷ്യൻ കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വന്യമൃഗങ്ങളുടെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്നതിന് പ്രകൃതി കൊടുക്കുന്ന ശിക്ഷയാണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു പരിധി വരെ ഭക്ഷണവും വെള്ളവും കാട്ടിലിൻ്റെ അടിവാരത്ത് ഒരുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാതെ കഴിയും വന്യമൃഗങ്ങൾ. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. കുരങ്ങ്, മയിൽ, പന്നി ഇതെല്ലാം വന്ന് കഴിച്ചു പോകും. പകൽ കുരങ്ങ്, മയിൽ ഇതെല്ലാം പോകും. രാത്രി കാട്ടുപന്നികൾ വന്നിട്ട് എല്ലാം കഴിക്കും. അതിന് ഫ്രൂട്ട്സ് കടകളിൽ നിന്നൊക്കെ പഴങ്ങൾ തരും. പഴം അവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ബാക്കി ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ തരാറുണ്ട്. ഹോട്ടലുകാർ അതൊക്കെ നല്ല ഭക്ഷണം തന്നെയായിരിക്കും. മിച്ചം വരുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ മലയാളത്തിൽ കാട്ടി കൊടുക്കുകയാണ്, അത് തരും. അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. അതെ നമ്മൾ വരുമ്പോൾ കാത്തിരിക്കും, മരക്കൊമ്പിൽ അവർ കാത്തിരിക്കും. ഇല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാരണവശാൽ എത്തിപ്പെടാൻ പറ്റിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് കൊണ്ട് കൊടുക്കാറുണ്ട്. കഴിയുന്നതും മുടക്കാൻ ചെയ്യാറില്ല. അപ്പൊ ഇപ്പൊ ഇവരിൽ നിന്ന് ഇപ്പൊ ഇത്തരം നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ കുരങ്ങ് വംശത്തിൽപ്പെട്ടുള്ള ജീവികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പെറ്റുപെരുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് അവർ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ തടയാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ മീൻസ് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ വഴിക്ക് കയറിപ്പോവും. കാട്ടിലിൻ്റെ അടിവാരത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ച് അവർ കാട്ടിലേക്ക് പോകും. ഭക്ഷണം വെച്ചിട്ടില്ല പറഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങി വരും അവർ. വരും. ഭക്ഷണം കിട്ടിയില്ല പറഞ്ഞാൽ അവർ വരും. നമ്മൾ വെച്ച് കൊടുത്തു പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ മാളത്തിലേക്ക് അവർ കാട്ടിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഒരു പരിധി വരെ നാട്ടിലേക്ക് ഇറങ്ങാതെ കഴിക്കുന്നു എന്നാണ്. അതെ, മനുഷ്യനാണ് എല്ലാത്തിനും. മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം നിലനിൽക്കും. അത് പ്രകൃതിയും കാടും മലയും ഒന്നും ഇല്ല അവരെ മനുഷ്യന് നിലനിൽപ്പില്ല. അതാണ് സത്യം. ജനങ്ങളുടെ ഒരു തരത്തിലുള്ള ഒരു അത്യാർത്തി മൂലമാണ്. അതെ, മനുഷ്യന്റെ ഇടപെടലുകളാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഇപ്പോ ചെറിയ കുട്ടികള് ഇപ്പൊ നമ്മള് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ അതേപോലെ തന്നെ ഒരുപാട് പദ്ധതികളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു പണ്ടത്തെ കാലത്തെ പറഞ്ഞിട്ട്. പക്ഷെ ഈ കുട്ടികള് ഇത് ജസ്റ്റ് ഒന്ന് നടും, അതിനുശേഷം പിന്നീട് അത് അടുത്ത കൊല്ലം അടുത്ത തൈ നടുമ്പോഴും പിന്നെ അതിന്റെ ഓർമ്മ. അങ്ങനെയുണ്ട്. ആ ഒരു സമീപനത്തോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാ, മരം നടുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടും സമയം ചെലവഴിക്കാനും സംരക്ഷിക്കാനാണ്. അപ്പോൾ ഞാൻ അവരോട് പറയും, മരം നട്ടാൽ പോരാ, ഇത് സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് 55 ലക്ഷം തൈകൾ ഓരോ വർഷവും വിതരണം ചെയ്യാറുണ്ട്. സ്കൂൾ കുട്ടികളിലൂടെയും ക്ലബ്ബുകളിലും പലതരത്തിൽ വെച്ച് കൊടുക്കും. അടുത്ത കൊല്ലം അതേപോലെ 55 വെക്കും. അത് അതേ കുഴിയിൽ അതേ സ്ഥലത്ത് തന്നെ വെച്ചുകൊടുക്കും. അങ്ങനെ പോകാറുണ്ട്. കുറേയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പോകും. എന്നാലും ചെറിയൊരു ശതമാനം കിട്ടുമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിയുന്നതും അവരോടൊക്കെ പറഞ്ഞും വെച്ച ചെടികളിനെ സംരക്ഷിക്കണം, വേസ്റ്റായി കളയരുത് എന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് തൈകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 പല കാരണങ്ങൾ കൊണ്ടും കുറേ തൈകൾ പോകും, എന്നാലും കുറേ കിട്ടും. അതെ 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 ശരിയാണ്. അപ്പോൾ അങ്ങ് ഈ ഒരു ഫീൽഡിലേക്ക്, അതായത് ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് അങ്ങ് നട്ടൊരു മരം ഉണ്ടാവുമല്ലോ, അത് ഓർക്കുന്നുണ്ടോ എപ്പോഴും? എപ്പോഴും ഓർക്കാറ്. അതുണ്ട്, പല ഭാഗത്തും ഉണ്ട്. 20 വർഷം മുമ്പ് തുടങ്ങി വെച്ച പദ്ധതികളല്ല, അതെല്ലാം പോയി കാണാറുണ്ട്. പോയിട്ട് പരിചരണമുണ്ട്. ഇപ്പം അതാണ് ഫയർ ലൈൻ ഇട്ട് തീ പിടിക്കും. അതിനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സംരക്ഷിക്കാൻ.
ഉണക്കപ്പുല്ലുകൾ കയറി കത്തിപ്പോകും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും കുറേ കിട്ടും, കുറേ പോകും, അങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഈ പ്രയത്നം ഇങ്ങനെ മുന്നോട്ട് അതെ 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 തുടർച്ചയായിട്ട് അതെ അതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെ അതെ അതെ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന്റെ അമിതമായിട്ടുള്ള ഈ കടന്നുകയറ്റം മൂലം വളരെയധികം ദുരന്തങ്ങൾ ഇപ്പോൾ നമ്മൾ നേരിട്ടു. പ്രളയമായിട്ടാണെങ്കിലും അല്ലാതെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടു. ഇതൊക്കെ മനുഷ്യന്റെ രീതികൾ കൊണ്ടാണല്ലോ നമുക്കിത് ഉണ്ടാകുന്നത്. ഇപ്പോഴെന്തുകൊണ്ട് മനുഷ്യൻ അത് പഠിക്കുന്നില്ല? ഇങ്ങനെ ഒരു പ്രകൃതിയെ സംരക്ഷിച്ചാലേ നമുക്കിത് ഒഴിവാവുള്ളൂ, അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുള്ളൂ. എന്തുകൊണ്ടത് മനസ്സിലായി? ഇപ്പൊ കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വിളിക്കുന്നുണ്ട് ബാലേട്ട, കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടുന്നു, ഒരു മരം വെക്കി എവിടെ വരെയും വരേണ്ടൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് അങ്ങനെയാണ്, പിന്നെ എന്താ പറയുക, ഇത്തിക്കണ്ണു പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മറ്റൊന്നും പ്രശ്നമില്ല, അവർക്ക് സ്വന്തം കാര്യം നേരാകണം, അങ്ങനെ അതെ അതെ അങ്ങനെ ഒരു രോഗമുണ്ട്. അതല്ലാത്തവർ കുറേ ആൾക്കാരുണ്ട്, ബാലേട്ടൻ ഞങ്ങൾക്ക് മരം നടാൻ പറ്റില്ല, ബാലേട്ടൻ നടി എന്ന് വേണ്ട അയച്ചായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേൾഡ് മലയാളി അസോസിയേഷൻ്റെ 1.25 ലക്ഷം ഉറുപ്പിൻ്റെ ക്യാഷ് അവാർഡ് തന്നു. അവർ മരം നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്മൃതിവനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് കൂടുന്നുണ്ട്, ഭൂമിക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക, കാർബൺ ഡൈഓക്സൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളും കൊണ്ട് നമുക്ക് കൃത്യസമയത്ത് മഴ ലഭിക്കുന്നില്ല, അതുപോലെ കൃത്യസമയത്ത് നമുക്ക് വെള്ളം ശേഖരിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു മാർച്ച് വരെ എത്തേണ്ട സ്കൂൾ ജീവിതം ജനുവരി ആകുമ്പോഴേക്കും കുട്ടികൾക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. പല സ്കൂളുകളിലും എന്താ വാട്ടർ ടാങ്കിൽ അടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക? ഈ വെള്ളത്തെ ഒന്ന് സംരക്ഷിക്കാൻ വെള്ളം സംഭരിക്കണമെങ്കിൽ മരം മാത്രമേ രക്ഷയുള്ളൂ. 1 ഹെക്ടർ വനം 2 ലക്ഷം ലിറ്റർ ജലമാണ് ഭൂഗർഭജലമായി മണ്ണിൽ സംഭരിച്ചിരുന്നത്. ജലസംഭരണി എന്നാണ് പറയുക. മഴയില്ലാത്തത് കൊണ്ട് ഭൂമിയുടെ ഗർഭത്തിലേക്ക് വെള്ളം കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പരിധി വരെ മഴക്കുഴികൾ ഉണ്ടാക്കുക, മരങ്ങൾ നടുക, അത്രേ രക്ഷയുള്ളൂ ഭൂഗർഭജലം കിട്ടാൻ. മഴയില്ലാതായി വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. ഓരോ ദിവസം പോകുന്തോറും പ്രകൃതിയുടെ താളം തെറ്റുന്നു, മഴയില്ലാതായി വരിക, കാർബൺ ഡൈഓക്സൈഡ് അളവ് കൂടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരിക. ഇതാണ് ദുരന്തം. ജലത്തിന്റെ ഉപയോഗത്തിനൊരു മാറ്റവും വരുന്നില്ല, അത് കൂടി വരുന്നു, കിട്ടുന്ന സ്രോതസ് കുറഞ്ഞു. കലികാലം എന്നാണ് പറയുക, കലി കൊണ്ടേ പോകുള്ളൂ പറയാം. അപ്പോൾ ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകുമ്പോഴും പ്രകൃതിയുടെ താളം തെറ്റുന്ന, ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതി തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു. എന്നിട്ടും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലാണ് സത്യം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊക്കെ നമുക്ക് അനുഭവിക്കാനേ വഴിയുള്ളൂ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഈ പ്രളയകാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു പാലം മുകളിലൂടെ പുഴ ഒഴുകിപ്പോയി. അതിനുശേഷം ഈ പ്രളയം കഴിഞ്ഞപ്പോൾ ഈ ഒരുപാട് വേസ്റ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും കാര്യങ്ങളും പാലത്തിൽ വന്ന് അടിഞ്ഞുകൂടി. അപ്പോൾ പുഴ തിരിച്ച് മനുഷ്യന് തന്നിരിക്കുകയാണെന്നാണ് അടിക്കുറിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പത്രത്തിൽ പിന്നീട് ഞാൻ കണ്ടത് എന്താ പറഞ്ഞാൽ, ഈ പാലത്തിലുള്ള ഇതേ വേസ്റ്റിനെ നേരെ തിരിച്ച് വീണ്ടും പുഴയിലേക്ക് തന്നെ JCB വെച്ച് മനുഷ്യന്മാർ, എന്നിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ല. ഒരു ലോകാവസാനം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണോ അത് പഠിക്കുന്നത് തോന്നുന്നത് അല്ലേ? ടണ്ണ് കണക്കിൽ പ്ലാസ്റ്റിക് ആണ് ഭൂമിയിലേക്ക് പോകുന്നത് കൊണ്ട് അത്രയും ഭൂഗർഭജലം ഇല്ലാതായി വരികയുള്ളൂ. അത്ര തടസ്സങ്ങൾ കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ടണ്ണ് കണക്കിലാണ് വരുന്നത്. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് നമ്മൾ നിരോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒഴിവാക്കിയതുകൊണ്ടോ നമുക്ക് കാര്യമുണ്ടോ? എല്ലാം പ്ലാസ്റ്റിക്കിലല്ലേ? അതെ അതെ, പ്ലാസ്റ്റിക് ലോകമായി ഒരു പരിധി വരെയൊക്കെ മാറ്റം വരുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാധിക്കില്ല. അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനെ ഈ കത്തിച്ച് കളയുന്നതിന് പകരോ അല്ലെങ്കിൽ മണ്ണിൽ ഇടുന്നതിന് പകരോ റീസൈക്കിൾ ചെയ്യാന്നുള്ളൊരു മെത്തേഡ് കൊണ്ടുവരാനേ സാധിക്കുള്ളൂ. അതെ, അതൊരു പരിധി വരെയൊക്കെ നടക്കുള്ളൂ, ഫുള്ളായിട്ടും നടക്കില്ല. അത്രയ്ക്ക് പ്ലാസ്റ്റിക് ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, അത് അനുഭവിക്കാനേ നിർത്തിയുള്ളൂ. ശരിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വലയിട്ട്, അതായത് പുതിയ തലമുറയാണോ അതോ പഴയ തലമുറയാണോ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കുറച്ചുകൂടി ഒരു താല്പര്യം കാണിക്കാറുള്ളത് വാലേട്ടന്റെ കാഴ്ചപ്പാടിൽ? പഴയ തലമുറ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുതിയ ലോകമായി മാറിയില്ല, അവർക്ക് പ്ലാസ്റ്റിക് ലോകമായി മാറി പുതിയ ലോകത്തിൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. മദ്യം, മാംസം, മയക്കുമരുന്നിലൊക്കെ അടിമയായി പോയില്ലേ.
പഴയ തലമുറയ്ക്കൊന്നും ഒരു വിലയില്ലാതായി വരികയല്ലേ. ശരിയാണ് ശരിയാണ്. നമ്മുടെ ആ രീതികളിലെല്ലാം അപ്പോൾ നമ്മളൊരു പരിധി വരെ കുട്ടികൾക്ക് പരിസ്ഥിതി ക്ലാസ് കൊടുക്കും. പ്രകൃതിയെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടൊരു പരിധി വരെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളുടെ കൂടെ. അത്രേ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് ഞാൻ നോക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഭൂമിക്ക്, ജീവജാലങ്ങൾക്കും വരും തലമുറയ്ക്ക്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. മരം നടൂ, പ്രകൃതിയെ രക്ഷിക്കൂ, മഴക്കുഴികളെടുക്കൂ, മരം നടാൻ വരൂ, വിളിക്കൂ എന്നാണ് വണ്ടിയിൽ സന്ദേശം. മദ്യം ഡേഞ്ചർ, മഹാദുരന്തമാണ് മദ്യം, ചിന്തിക്കരുത്, തലയ്ക്ക് വെളിവില്ലാതെ മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നു മദ്യം എന്ന് വണ്ടിയിൽ ബോർഡും അത് പറഞ്ഞു വയ്ക്കും. അപ്പോൾ ഒരു പരിധി വരെ മാറിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഈ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അതിനെ ഏത് രീതിയിലായിരിക്കും അപ്പോഴത്തെ കുട്ടികളൊക്കെ എടുക്കുന്നത്? അതായത് നല്ല രീതിയിലും ഏതിനും രണ്ട് വശം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ടാവും. ഇതിനെ നെവർ മൈൻഡ് ആക്കി വിടുന്നവരും അതെ അതുണ്ട്. നല്ലോണം നെഞ്ചോട് ചേർത്ത് പിന്നെ നാളെ അത് ചെയ്യുന്നു. അതെ ചെയ്യുന്ന അങ്ങനെയുണ്ട്. കുറേ മാറ്റങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്. ശരിയാണ്. കുറേ കുട്ടികൾ ഉൾക്കൊള്ളാറുണ്ട്. അങ്ങ് അടുത്തതായി നമ്മള് ഏത് തരത്തിലുള്ള മരങ്ങളാണ് കൂടുതൽ നടാറുള്ളത്? റോഡോരങ്ങളിൽ കന്നുകാലികൾ കടിക്കാൻ തണൽ വൃക്ഷങ്ങൾ നടും. പിന്നെ മറ്റുള്ള ഭാഗത്ത് ബലവൃക്ഷങ്ങൾ നടും. ബലവൃക്ഷങ്ങൾ നടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ട്രീ ഗാർഡ് വെക്കണം, കന്നുകാലികൾ കടിക്കാതെ പോകും. അങ്ങനെ അത് മെയിൻ്റെനൻസ് ആണ്. മരം നടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടും സമയവും പണം ചെലവഴിക്കേണ്ടത് അതിനെ സംരക്ഷിക്കണം. വേനൽക്കാലങ്ങളിൽ ഫയർ ലൈൻ ഇട്ട് കൊടുക്കണം, കന്നുകാലികൾ കടിക്കാതിരിക്കാൻ ട്രീ ഗാർഡ് വെച്ച് കൊടുക്കണം. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പുറകിൽ. അടുത്തായിട്ടൊരു സംശയം, അതായത് നമ്മളിപ്പോ കവളപ്പാറ മണ്ണിടിച്ചില് കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ, ഈ ചെരിവ് പ്രദേശങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് നടേണ്ട മരങ്ങൾക്ക് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇന്ന തരത്തിലുള്ള മരങ്ങളാണ് നടേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും രീതികളുണ്ടോ? അങ്ങനെയുണ്ട്. ചെരുവിൻ്റെ അതിനനുസരിച്ച് ചില മരങ്ങളുണ്ട്. മണ്ണിൽ വേര് കൂടുതൽ ഓടാത്ത മരങ്ങളുണ്ട്. അത് ചെരുവ് പ്രദേശങ്ങളിൽ ആ സ്ഥലത്തിനനുസരിച്ച് വേണം. മണ്ണ് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മരങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്, സൈഡിൽ വെക്കുന്ന അങ്ങനെ മരങ്ങളൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. പ്രദേശത്തിൻ്റെ ഭൂമിയുടെ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ നട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു ക്ലാസ് അടിസ്ഥാനത്തിൽ ഇപ്പൊ അങ്ങ് ഇപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ സ്കൂളുകളോ അല്ലെങ്കിൽ പ്രദേശങ്ങളെ ക്ലബ്ബുകളുടെ ബേസ് ചെയ്തൊക്കെ പോകുന്നുണ്ടാവും. നമുക്കൊരു ഒരു സംഘടന എന്നുള്ള ലെവലിൽ എന്തെങ്കിലും അങ്ങയുടെ അടിയിലായിട്ടുണ്ടോ? എല്ലാ ഭാഗത്തും ഓരോരുത്തരും വിളിക്കും. ബാലേട്ട ഞങ്ങളുടെ ഭാഗത്തേക്ക് വരെയും പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് പരിസ്ഥിതി ക്ലാസ് എടുത്ത് പരിസ്ഥിതി ക്ലബ്ബുകൾ രൂപീകരിച്ച് മരങ്ങൾ നട്ടുകൊടുത്ത് അങ്ങനെ പോവുകയാണ്. എപ്പോഴെങ്കിലും ഇപ്പൊ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോ അങ്ങയുടേതായ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തികമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടാണ്? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. സാമ്പത്തികമായിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ നല്ല മനസ്സുകൾ പരസ്യവനം, നക്ഷത്രവനം, മണ്ണൊക്കെ ഉണ്ടാക്കി തരും. ബാലേട്ടൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ബാലേട്ടൻ ചെയ്യി, 10 മരം വെക്കൂ പറയും. അങ്ങനെ ആൾക്കാർ അതിന് സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അത് ഓട്ടോമാറ്റിക്. അതെ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ചെയ്യുന്ന നിഷ്കാമ കർമ്മമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സാമ്പത്തികം വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടോ? ഇല്ല, 74 വയസ്സായില്ല. അങ്ങനെ ചെറിയ അതിൻ്റെതായ ചെറിയ പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല. 1 കോടി വൃക്ഷമാണ് ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി വൃക്ഷം നട്ട് അതിൽ 10 ലക്ഷം കരിമ്പനകളാണ് ഇറാൻ ഗ്രൂപ്പിൻ്റെ സിദ്ദിഖ് അഹമ്മദ് മോട്ടോഴ്സിൻ്റെ 10 ലക്ഷം കരിമ്പന സ്പെഷ്യൽ പ്രോജക്റ്റാണ്. അതിനുവേണ്ടി ഒരു വണ്ടി കൂടി, ബോളറോ വണ്ടി ഒന്നും കൂടി അവർ പാസ്സാക്കിയിട്ടുണ്ട്. അത് 10 ലക്ഷം കരിമ്പനകൾ മാത്രം നട്ടുപിടിപ്പിക്കുക. അതിന് വേണ്ട ഇന്ധന ചെലവും ഡ്രൈവർക്കുള്ള ചിലവൊക്കെ അവർ സ്പെഷ്യലായി തരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി അയാളുടെ എയർപോർട്ടിലുള്ള വണ്ടി അവരുടേത്, അവരും സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അങ്ങനെ കുറേ നല്ല മനസ്സുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ആദ്യം സ്ട്രൈറ്റ് പാത്തോലൈൻ എന്ന സംഘടനയാണ് മലപ്പുറത്ത് ജീപ്പ് തന്നത്. അതുകൊണ്ട് ആ ജീപ്പും ഉണ്ട് അവിടെ. അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറിട്ട കാഴ്ചകളിലൂടെ അവർ കണ്ട് ബാലേട്ടനൊരു ജീപ്പ് വേണം വേണ്ടിയിട്ട് അവരങ്ങനെ തന്നതാണ്. അപ്പോൾ ബാലേട്ടൻ ഈ മരങ്ങൾ നടുന്ന സമയത്ത് പൂച്ചെടികളോ അങ്ങനത്തെ ചെടികളോ എന്തെങ്കിലുമൊക്കെ നടാറ്? ചെടികൾ നടാൻ കഴിയുന്ന സമയം കളയാറില്ല. കാരണം ഒരു ചെടി നടുന്നതും വലിയൊരു മരം നടുന്നതിന് സമയം ഒരുപോലെ എടുക്കുക. ചെടി 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ പോയിരിക്കും, അതിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് മരമല്ലേ വേണ്ടത്. മണ്ണൊലിപ്പ് തടയാനും പച്ചിലകൾ കൂടുതൽ ചാർട്ടുണ്ടാകുന്നതിനും പച്ചിലകളാണല്ലോ കൂടുതൽ വേണ്ടത്. അതിന് മരം വെച്ചാലേ പച്ചിലകൾ കിട്ടും. ചെടിക്ക് അത്ര പച്ചിലകൾ കിട്ടില്ലല്ലോ. അതുകൊണ്ട് പച്ചിലകൾ ഉള്ള മരങ്ങളാണ് കൂടുതൽ നടുള്ളൂ. പുളിയിൽ ഓരോ തുള്ളി വെള്ളവും ഒറ്റിറങ്ങി ഈഴ്ന്നിറങ്ങി അങ്ങനെ പോകും. അതേപോലെ കരിമ്പനയിലുള്ള വെള്ളം താഴ്ന്നു അതിന് പട്ടയിലൂടെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഭൂഗർഭജലമൊക്കെ കരിമ്പനയ്ക്ക് വലിയ പ്രത്യേകതയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് വേണ്ടി ചിലക്കാൻ കഴിയുന്നുണ്ട്.
പിന്നെ മധുരക്കള്ള്, ലഹരിക്കള്ള്, പനനൊങ്ങ് പറയും, പനമ്പഴം, അത് ജീവജാലങ്ങളുടെ ഭക്ഷണമാണ്. പനനൊങ്ങില്ലേ, പനം, ശർക്കര, കൽക്കണ്ട്, അങ്ങനെ ധാരാളം പനിക്ക് പോലെ പ്രത്യേകം. പനിൻ്റെ പട്ട കിടമേകാൻ ഉപയോഗിക്കാറുണ്ട്, തണ്ട് പിന്നെ വീട് കെട്ടാൻ ഉപയോഗിക്കാൻ പനിക്ക് ധാരാളം പ്രത്യേകതയുണ്ട്. അപ്പം അതുകൊണ്ട് മരങ്ങളിൽ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഇലച്ചാർത്തുള്ള മരങ്ങളാണ് കൂടുതൽ നടാറുള്ളത്. അപ്പോൾ പിന്നെ കൂടാതെ ഇപ്പൊ നമ്മൾ ഈ പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ, അതുപോലെ വണ്ടുകൾ, അങ്ങനെ സാധനങ്ങൾ കുറെ കുറഞ്ഞു വരികയാണ് പണ്ടത്തെ കാലത്ത്. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ കുറച്ചു കാലം മുന്നേ വരെ നമുക്ക് ചിത്രശലഭങ്ങൾ രൂപപ്പെടുന്ന ആ ഒരു ക്രമം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പ്യൂപ്പ, കാറ്റർപില്ലർ എന്നുള്ള ആ ഒരു രീതി, അതായത് നമ്മൾ ഈ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയൊക്കെ കാണിച്ചു കൊടുക്കാൻ തന്നെ പറ്റും. കുറച്ചു കാലമായിട്ട് നമുക്ക് കാണിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം അത് ചിത്രശലഭങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണുന്നില്ല. അപ്പൊ ഈ ശലഭോദ്യാനം പറഞ്ഞിട്ട് സ്കൂളുകളിൽ പല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലത്ത് കുറെ ഈ ജീവികൾ മൺമറഞ്ഞു പോകുന്നുണ്ട്, ഇത്തരം ചെറുജീവികൾ. അപ്പൊ അതിനൊക്കെ നമ്മള് ഈ ചെടികൾ തന്നെ വെക്കേണ്ടത്, പൂച്ചെടികൾ തന്നെ വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അതിനെന്തായിരിക്കാം മുന്നോട്ട് കൊണ്ടുവയ്ക്കാനുള്ള ഒരു പദ്ധതി? അതിന് നമ്മൾ ഈ മരങ്ങളും ചെടികളൊക്കെ നമ്മൾ വെക്കുക, പുല്ല് വെച്ച് പിടിപ്പിക്കുക, അത് അങ്ങനെ നിൽക്കും. പിന്നെ പ്രകൃതിയിലുള്ളതാണ്, അതൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്, വംശവർദ്ധനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ താളം ഓരോ സെക്കൻഡ് പോകുന്നതോളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതിന് പ്രകൃതി കൊടുക്കുന്ന ദുരന്ത ഫലങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അതെ, ശരിക്കും ഇപ്പൊ നമ്മൾ ഒരുപാട് സംഘടനകൾ ഈ ലോകത്തുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കാനും ക്ലബ്ബുകളായിട്ടും, പരിസ്ഥിതി ക്ലബ്ബ്, അങ്ങനെ കുറെ ക്ലബ്ബുകളുണ്ട്. പക്ഷെ എന്നിരുന്നിട്ടും നമുക്ക് ഒരു അല്ലാതെ അങ്ങോട്ട് ഉയർച്ച എത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ അങ്ങക്ക് ഒരുപാട് ചെയ്യാൻ സാധിക്കുന്നത്, കാരണം അങ്ങ് ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളാണെങ്കിലും ചിലപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് വളർന്നു വരുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു മനോഭാവം കൂടുതലായിട്ട് ഇതിലേക്ക് എത്തിക്കാൻ വേറെ എന്തെങ്കിലും നമ്മൾ നേരിട്ട് പോയി കുട്ടികളോട് പറഞ്ഞ്, വീട്ടിലും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു പരിധിവരെ മാറ്റപ്പെടുത്താൻ പറ്റും. ചെടികൾ വീട്ടിൽ വെച്ച് കൊടുക്കുക, തൈകൾ കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അതേ വഴിയുള്ളൂ. അങ്ങനെയാണ് കുട്ടികളിലൂടെയാണ് പരിസ്ഥിതി, പ്രകൃതിയുടെ ശില്പികളാണ് കുട്ടികൾ, പ്രകൃതിയുടെ വരദാനങ്ങളാണ് കുട്ടികൾ. കുട്ടികളിലൂടെയാണ് പരിസ്ഥിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ വരികൾ. ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. അത്ര നല്ല സന്ദേശം. കുഞ്ഞു മക്കളുടെ കൈകൾ നിലട്ടെ ഭൂമിയെ തളിപ്പിക്കാൻ. ടീച്ചറുടെ സന്ദേശമാണ്, കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം. അത് സ്കൂളുകളിൽ സുഗതവനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ. അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർബൺ ഡൈഓക്സൈഡിൻ്റെ അളവ് കൂടുക, ഓക്സിജൻ്റെ അളവ് കുറയുക. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. കുപ്പിവെള്ളം കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഓക്സിജൻ ബോട്ടിൽ വാങ്ങിച്ച് കെട്ടി വെച്ച് മൂക്കിക്കൂടെ ട്യൂബ് ജീവിക്കേണ്ട ഗതികെട്ട ജീവിതത്തിലേക്കാണ് പോകുന്നത്. കരയിൽ കിടന്ന് പിടഞ്ഞ് നശിക്കുന്ന മത്സ്യത്തിൻ്റെ ഗതിയാണ് നമുക്കൊക്കെ വരാൻ പോകുന്നത്. താപനില ഉയർന്ന് മഞ്ഞുമലകൾ ഉരുകി സമുദ്രനിരപ്പ് ഉയർന്ന് ഭൂമി കടലെടുക്കാൻ പോകുകയാണ് ഭൂമിയെ. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. വരൾച്ചയും കൊറോണ, കോവിഡ്, വൈറസ് ഇതൊക്കെ വന്നതൊക്കെ വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു സൂചന പ്രകൃതി തന്നും നമ്മുടെ മുന്നറിയിപ്പാണ്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് സത്യം. അപ്പം നമ്മളത് അനുഭവിക്കാനേ വഴിയുള്ളൂ, ഒരു രക്ഷയില്ല. അതെ, അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചിന്തയോടുകൂടി കുട്ടികൾക്ക് പരിസ്ഥിതി ക്ലാസ് എല്ലാം കൊടുത്ത് അങ്ങനെ പോകണം, മുന്നോട്ട് പോകാനാണ് സാധിക്കുള്ളൂ. ഇപ്പോൾ അതായത് മരങ്ങൾ നമുക്ക് ചില സമയത്തൊക്കെ വെട്ടേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ഇപ്പൊ ചിലപ്പോൾ വീടിന് നേർക്ക് മരം വെട്ടണമെന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മുടെ വീട് പണി ആവശ്യത്തിനോ എന്തിനെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് വെട്ടാറുണ്ട്. അപ്പൊ ഇത്തരം വെട്ടുമ്പോഴും അതിന് ബദലായി ഒരു 10 മരം അപ്പുറത്ത് നടുന്നൊരു രീതി വന്നാൽ നമുക്കൊരു മാറ്റം. അതെ, അത് വികസനത്തിന്റെ പേരിൽ ധാരാളം മരങ്ങൾ വെട്ടിപ്പോകാറുണ്ട്. ഇപ്പോൾ മുണ്ടൂര് ചെറുപ്പശ്ശേരി റൂട്ടിലെ മരങ്ങൾ കുറേ പോയി. NH-47 വെട്ടിപ്പോയി. രണ്ടാമത് പുതിയ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിർത്തിയില്ല. വികസനം വേണ്ടേ? റോഡ് ജനം പെരുകുന്നതിനനുസരിച്ച്, വാഹനങ്ങൾ പെരുകുന്നതിനനുസരിച്ച് റോഡ് വികസനമില്ലല്ലോ, റോഡുകൾ വീതി കൂടുന്നില്ലല്ലോ. അപ്പോൾ അത് മുമ്പ് നിർത്തിയില്ല. അപ്പോൾ നമ്മൾ കുറേ വയ്ക്കാനേ നിർത്തിയുള്ളൂ. ശരിയാണ്. അപ്പൊ നമ്മളത് കൂടുതൽ ഒരു 10 എണ്ണം വെച്ചിങ്ങനെ കഴിഞ്ഞാൽ അത് ഒന്നിന് പകരം 10 എന്നുള്ള രീതി. അതെ, ശരിയാണ്. ബാലേട്ടാ, ഈ ദൗത്യമായിട്ട് ബാലേട്ടൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ബാലേട്ടൻ്റെ ഇനിയുള്ള ആക്ഷൻ പ്ലാനുകൾ? അതായത് ഇനി ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ?
ആസൂത്രണം എന്നുള്ള ലെവലിൽ, അതായത് ഇനി ചെയ്തെടുക്കേണ്ട പദ്ധതികളോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഇന്ന പോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു 1 കോടി വൃക്ഷത്തൈ നടണം, അതുപോലെ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇല്ല, 1 കോടി വൃക്ഷം നടുന്നതിന് ഇപ്പം 2 ഏക്കർ ഭൂമിയുണ്ട് എനിക്ക്. അതിൽ 1 ഏക്കർ ഭൂമി കുട്ടികൾക്ക് കൊണ്ട് എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ കുറച്ച് പിന്നെ ഈ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒരു കണ്ണാസ്പത്രി കെട്ടണമെന്ന ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആസ്പത്രി. അതിന് ഇറാൻ ഗ്രൂപ്പിൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. കുട്ടികളോട് തടസ്സമൊന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടത് ഒരുക്കി വെച്ചാൽ അങ്ങനെ ഒരു മനസ്സിൽ കിടക്കുന്നതാണ്. ആ ഭൂമി പൊതു നന്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ നല്ലൊരു പരിപാടിയാണ്. കണ്ണാസ്പത്രി, കുഞ്ഞുമക്കൾ, പാവപ്പെട്ട ഇപ്പം 200-300 റുപ്യയല്ലേ ഫീസ്. അപ്പം അങ്ങനെ അവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട്. അങ്ങനെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വനം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതിന് പുറമെ ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യം കൂടിയും അങ്ങ് കാണും. വനമാണ് പ്രധാനം. കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുക, ഓക്സിജൻ കുറയുക, വായു, ജലം, മണ്ണ്, മഴ, ആഗോള താപനത്തിനെല്ലാം മരയല്ലേ വഴിയുള്ളൂ. എല്ലാം മരങ്ങളുടെ പ്രാധാന്യം അതല്ലേ പ്രവാചകൻ പറഞ്ഞത്. നാളെ ലോകം അവസാനിക്കൽ ഇന്നൊരു മരം നടൂ എന്നാണ് മുഹമ്മദ് നബിന്റെ വചനം. അത്രയും മരത്തിന് പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അതുണ്ടെങ്കിലാണ് നിലനിൽപ്പുള്ളൂ. അതെ, പ്രകൃതി നിലനിൽക്കണമെങ്കിൽ മരം വേണം. പ്രകൃതി പറഞ്ഞാൽ ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി, പഞ്ചഭൂതങ്ങൾ അടങ്ങിയതാണ് പ്രകൃതി. അല്ലേ? ശരിയല്ലേ? പ്രകൃതി ഇപ്പോൾ വായുവിലൂടെ, മണ്ണിലൂടെ, ജലത്തിലൂടെ, അഗ്നിയിലൂടെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ. ശരിയാണ്. പ്രകൃതി പറഞ്ഞാൽ ഇതാണ്. ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി, പഞ്ചഭൂതങ്ങൾ അടങ്ങിയ പ്രകൃതി ഇപ്പം മനുഷ്യനെ ശിക്ഷിച്ചു കൊടുക്കണം. ഇപ്പം തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മനുഷ്യന് ശിക്ഷ കൊടുക്കുകയാണ്. പ്രളയത്തിലൂടെ, വായുവിലൂടെ ഇതൊക്കെ മനുഷ്യൻ ശിക്ഷിക്കുകയാണ്. ഓരോ മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്. മുന്നറിയിപ്പ് ഒരുമിച്ച് ചെയ്യില്ല, കുറച്ച് ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം, ധർമ്മം, നീതി ഒന്നും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ ലോകത്തിൽ. ശരിയല്ലേ? എന്ത് ചെയ്താലും കാശുണ്ടാക്കണം മാത്രം. പിന്നെ അതിൻ്റെ പുറത്ത് മദ്യത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. വണ്ടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം ഡേഞ്ചർ, മഹാദുരന്തമാണ് മദ്യം, മനുഷ്യനെ പിശാചാക്കണം, മദ്യം ഉപയോഗിക്കരുത്, തുടരരുത്, ചിന്തിക്കരുത് ഇന്ന് വണ്ടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ലോകത്തിൽ നടക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണം ലഹരിയാണ്. അത് ചിന്തിക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു പരിധിവരെ 100 ആൾക്ക് പറഞ്ഞു കൊടുക്കും, 10 ആൾക്കെങ്കിലും മാറ്റം വരുത്താൻ കഴിയും വെച്ചും കൊണ്ടാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് മുമ്പ് ചെയ്തിരുന്ന തൊഴില് ഇപ്പൊ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങക്ക് ഇപ്പൊ ആ ഒരു ഇതിന് പ്രായച്ചിത്തം എന്നുള്ള പോലെയാണോ അങ്ങിപ്പോ ഒരു കണക്കാക്കുന്നത്? അതല്ല, അച്ഛൻ്റെ തൊഴിൽ ഞാൻ ഏറ്റെടുക്കുക ചെയ്തത്. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഷാപ്പ് നടത്തുന്ന സമയത്ത് കള്ളും ഒക്കെ ധാരാളം വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞിട്ടില്ല, അതിൽ ലേശം വെള്ളം ചേർത്തിട്ട് ലഹരിക്കുട്ടി ചേർത്തി കള്ള് വിൽക്കുന്ന അച്ഛൻ പറഞ്ഞിട്ടില്ല. വീട്ടിൽ വെച്ചിട്ടാണ് കുടി വ്യവസായം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും അച്ഛൻ പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ അങ്ങനെ അത് തുടർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അത് വേണ്ടെന്ന് വെച്ചത്. ലഹരിക്കൂട്ടി ചേർത്ത് കള്ള് വിൽക്കണം, മദ്യം വിൽക്കണം എന്നുള്ള സ്ഥിതി വന്നു. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്തിനും ലാഭം എന്നുള്ളൊരു രീതിയായി. അതെ, സമൂഹമൊക്കെ ലാഭത്തിന് പിന്നാലെ മാത്രമാണ്. 1 ലിറ്റർ കള്ളില് 100 ലിറ്റർ ലഹരിക്കൂട്ടും അതിൻ്റെ പേസ്റ്റ് ഉണ്ട്, കൃത്രിമമായ പേസ്റ്റ് ഉണ്ട്. അതൊക്കെ ചേർത്തിട്ടാണ് കള്ള് വെക്കുന്നത്. ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനം ധാരാളം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയില്ല. മനുഷ്യനങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപകടത്തിലേക്കാണ് പോകുന്ന രാജ്യം. ശരിയാണ്. ബാലേട്ടൻ ഇനിയിപ്പോൾ ഒരു പുതുതലമുറയോട് എന്താണ് ഇപ്പോൾ ഒന്ന് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു ഉപദേശം? ഇതൊക്കെയാണ്. ലഹരിയെപ്പറ്റി ചിന്തിക്കരുത്. ഓരോരുത്തരും മരം നടുക, പ്രകൃതിയെ രക്ഷിക്കുക, ഒരു വൃക്ഷം പോലെ ആവുക. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നത് അവരവർ ചെയ്യുക. അതാണ് വരും തലമുറയോട് എനിക്ക് പറയാനുള്ളതെന്ന്. ബാലേട്ടൻ നട്ട മരങ്ങൾ നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ സ്ഥലമായിട്ടുണ്ട്. കൂടാതെ നിരവധി പേർക്ക് തണൽ നൽകാനും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. 70കളിലെ വാർദ്ധക്യം അദ്ദേഹത്തിനെ തളർത്തിയിട്ടില്ല. ഇനിയും ഈ ലോകത്തെ പച്ചയണിയിക്കാൻ ഈ പച്ച മനുഷ്യന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി ബാലേട്ട.